ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 2. ഗാസയിലെ ചോരയ്ക്ക് മോദിയും ഉത്തരവാദി. ഗാസയിൽ ഒരു നേരത്തെ അന്നത്തിനായി കൂടി നിന്നവർക്കു നേരെ വെടിയുതിർത്ത ഇസ്രയേലിൻ്റെ ക്രൂരതയിൽ 114 പേർ പിടഞ്ഞു മരിച്ചത് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചു. ആക്രമണത്തിൽ 760-ലേറെ പേർക്ക് പരിക്കേറ്റു. വെടിവയ്പ്പിനിടെ നിലത്ത് വീണ നിരപരാധികൾക്കുമേൽ ഇസ്രയേൽ സൈന്യം ടാങ്കും ട്രക്കും ഓടിച്ചു കയറ്റിയതായും ദൃക്സാക്ഷികൾ പറയുന്നു. ഫ്രാൻസും ബ്രസീലുമടക്കം ശക്തമായ ഭാഷയിൽ ഇതിനെ അപലപിച്ചപ്പോൾ ഇന്ത്യ പതിവ് പോലെ മൗനം തുടരുകയാണ്. 4.5 മാസത്തിലേറെയായി തുടരുന്ന ആക്രമണത്തിനിടെ ഔദ്യോഗിക കണക്ക് അനുസരിച്ച് തന്നെ 30,000-ലേറെ പേർ കൊല്ലപ്പെട്ടു. 76,000-ലേറെ പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് 1,00,000-ലേറെ പേർ ഗാസയിൽ കടുത്ത പട്ടിണിയിലാണ്. 5.6 ലക്ഷം പേർ ഭക്ഷ്യക്ഷാമം നേരിടുന്നു. 2 ദിവസത്തിലൊരിക്കലാണ് ഭൂരിപക്ഷവും ഭക്ഷണം കഴിക്കുന്നത്. വിശപ്പകറ്റാൻ കാലിത്തീറ്റയും ഭക്ഷണമാക്കുന്ന ഗതികേടിലാണവർ. 1.5 മാസമായി ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ തടസ്സപ്പെടുത്തിയതാണ് സ്ഥിതി ഇത്ര രൂക്ഷമാക്കിയത്. ഭക്ഷണവുമായി വ്യാഴാഴ്ച ട്രക്കുകൾ എത്തിയപ്പോൾ സ്വാഭാവികമായും ജനം തടിച്ചുകൂടി. ഇവർക്കു നേരെയാണ് ഇസ്രയേൽ സൈന്യം നിറയൊഴിച്ചത്. മരിച്ചവരെയും പരിക്കേറ്റവരെയും ആശുപത്രികളിൽ എത്തിക്കാൻ മതിയായ ആംബുലൻസുകൾ പോലും ഉണ്ടായിരുന്നില്ല. പലരെയും കഴുതവണ്ടികളിലാണ് ആശുപത്രികളിൽ എത്തിച്ചതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. മരിച്ചവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് കണക്കുകൾ. 17,500-ൽ-അധികം പേർ. യുദ്ധത്തിൻ്റെ കെടുതികൾ കൂടുതലും അനുഭവിക്കുന്നതും അവർ തന്നെ. 6 കുട്ടികൾ പട്ടിണി മൂലവും കാലിത്തീറ്റ കഴിച്ച് ഒരു കുഞ്ഞും മരിച്ചു. ആംബുലൻസുകളും ആശുപത്രികളും വരെ ബോംബിങ്ങിനിരയായി. വെടിനിർത്താനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ആഹ്വാനം ഇസ്രയേൽ വകവയ്ക്കുന്നതേയില്ല. മറിച്ച് 10 ലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം പ്രാപിച്ച റാഫ മാർച്ച് 10-ന് ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കുകയുമാണ് ഇസ്രയേൽ ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയനിലെ 27 അംഗരാജ്യങ്ങളിൽ 26 എണ്ണവും റാഫയിലെ ആക്രമണത്തിനെതിരെ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രസ്താവനയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇന്ത്യയ്ക്കൊപ്പം ക്വാഡിൽ പങ്കാളിയായ ഓസ്ട്രേലിയ, ബ്രിക്സിൽ പങ്കാളികളായ ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെതിരെ രംഗത്തു വന്നു. ഇസ്രയേലിന് ആയുധം എത്തിക്കുന്ന അമേരിക്കയാകട്ടെ അവർക്കുള്ള പൂർണ്ണ പിന്തുണയിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിലും താൽക്കാലിക വെടിനിർത്തൽ വേണമെന്ന അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വംശഹത്യയെ US പിന്തുണയ്ക്കുന്നതിൽ പ്രതിഷേധിച്ച് വാഷിംഗ്ടൺ DC-യിലെ ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ US സൈനികൻ ആരോൺ ബുഷ്നെൽ ആത്മാഹുതി ചെയ്തതും അവിടെ വളർന്നുവരുന്ന ജനകീയ പ്രതിഷേധവും ആസന്നമായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും അവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതേസമയം വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ സുരക്ഷാ കൗൺസിലിൽ വീറ്റോ ചെയ്യുന്ന ഇരട്ടത്താപ്പും സ്വീകരിക്കുന്നു. മോദി സർക്കാരിന്റെ നിലപാടിലും ഈ ഇരട്ടത്താപ്പും കാപട്യവും കാണാം. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിച്ച മോദി പക്ഷേ ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തെ മൗനം കൊണ്ട് പിന്തുണയ്ക്കുകയായിരുന്നു. പൊതുസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തിന്മേലുള്ള ആദ്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ഇസ്രയേലിനെ സഹായിച്ചു. സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ ഉത്കണ്ഠ രേഖപ്പെടുത്താൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിന് 2 മാസം വേണ്ടിവന്നു. എന്നാൽ റാഫ നഗരത്തിന് നേരെ ആക്രമണം നടത്തരുതെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെടാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്ത്യൻ മിലിറ്ററി ഡ്രോണുകൾ ഇസ്രയേലിലേക്ക് കയറ്റുമതി ചെയ്തതും ഡ്രോണുകൾ നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പും ഇസ്രയേലുമായി സംയുക്ത സംരംഭം സ്ഥാപിച്ചതും ഇന്ത്യൻ നിലപാടുമായി കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഗാസയിൽ ബോംബുകൾ വർഷിക്കാൻ ഇസ്രയേൽ സൈന്യം ഇന്ത്യയുടെ ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗാസയിലെ കൂട്ടക്കൊലയ്ക്ക് അമേരിക്കയെപ്പോലെ മോദിയും ഉത്തരവാദിയാണെന്ന് പറയേണ്ടി വരും. ഇതിനെ ശക്തിയുക്തം എതിർക്കേണ്ട പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ആകട്ടെ മൃദു ഹിന്ദുത്വപാത പിന്തുടർന്ന് പലസ്തീൻ ജനതയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ വിമുഖത കാട്ടുന്നു.